അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയുന്ന റബ്ബ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്, ജീവൻ കൊടുക്കുന്നവൻ, മരണം വിധിക്കുന്നവൻ. അപ്പോൾ നമ്രൂദും പറഞ്ഞു, ഞാനാണത്, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ മരിപ്പിക്കുന്നു. ഉദാഹരണമായി ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുക്കാൻ രണ്ടാളുകളെ വിളിച്ച് ഒരാളെ വെട്ടിക്കൊല്ലുകയും ഒരാളോട് ജീവിക്കാൻ പോയിക്കോ എന്ന് അനുവദിക്കുകയും ചെയ്തു. ഒരാളെ ഞാൻ കൊന്നു, ഒരാളെ ജീവിക്കാൻ വിട്ടു. കണ്ടില്ലേ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചടിച്ചു. എന്റെ രക്ഷിതാവ് സൂര്യനെ കിഴക്ക് ഉദിപ്പിച്ച് പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്നവനാണ് ഞാൻ പറയുന്ന പടച്ചവൻ. നിന്റെ വാദപ്രകാരം നീയാണ് പടച്ചവനെങ്കിൽ ആ പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യനെ അവിടെ ഉദിപ്പിച്ച് കിഴക്ക് അസ്തമിപ്പിക്കുക എന്ന് തിരിച്ചു വെല്ലുവിളിച്ചപ്പോൾ ഖുർആൻ പറഞ്ഞു, സത്യനിഷേധി പരാജയം. അവിടെ രക്ഷയില്ല. അവിടെ നമ്രൂദിന് മനസ്സിലായി പടച്ചവൻ ആര് എന്ന്, അല്ലാഹു ആരെന്ന് മനസ്സിലായി. അയാൾക്ക് കഴിവില്ലെന്ന് മനസ്സിലായി. ഞാനാണ് പടച്ചവൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ച ആ മനുഷ്യന് മനസ്സിലായി താൻ ദുർബലനാണ് എന്ന്. അയാൾക്ക് ഉത്തരം കിട്ടി, അയാൾക്ക് മറുപടി ഉണ്ടായില്ല. അവിടെ ധൈര്യപൂർവ്വം അക്രമിയായ രാജാവിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് അധികാര കസേര ഒഴിഞ്ഞു തരൂ, ന്യായമായി ഞാൻ ഭരണം നടത്തട്ടെ എന്നല്ല അദ്ദേഹം പറഞ്ഞു, മറിച്ച് അള്ളാഹുവിനെ ആരാധിക്കണം, പടച്ചതമ്പുരാനെ ആരാധിക്കണം. അവൻ ഏകനാണ്, അവനിൽ പങ്കു ചേർത്തുകൂടാ. നിങ്ങൾ ആരാധിക്കുന്ന സകലമായ ആരാധ്യ വസ്തുക്കളും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന സംഗതികളാണ്, അതുകൊണ്ട് ഒഴിവാക്കണം. ഏകനായ അള്ളാഹുവിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം എന്ന തൗഹീദിന്റെ ശബ്ദമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടിലെ ഭരണാധികാരിയോടും പറഞ്ഞത്. ഇബ്രാഹിം നബിയുടെ ചോദ്യം, വകൈഫ അഖാഫു മാ അശ്റക്തും വലാ തഖാഫൂന ഇന്നകും അശ്റക്തും ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന. ഞാൻ എങ്ങനെയാണ് കൂട്ടരെ നിങ്ങൾ ശിർക്ക് വെക്കുന്ന വസ്തുക്കൾ ഞാൻ എങ്ങനെ ഭയപ്പെടുക? അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ നിങ്ങൾക്കൊരു ഭയപ്പാടുമില്ലല്ലോ, നിങ്ങൾക്കൊരു പേടിയുമില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ പങ്കു ചേർക്കുന്നത് ഞാൻ എന്തിനു ഭയപ്പെടണം എന്നിട്ട് ചോദിക്കുന്നു, അയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ. ഈ രണ്ട് കക്ഷികളിൽ നിർഭയരായിരിക്കാൻ ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ടവർ ആര്? അമ്ന്, നിർഭയത്വം, അതാർക്കാണ് ലഭിക്കുക? ഏകനായ അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ച് ഏകനായ പടച്ചവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന കക്ഷിക്കാണോ? അതല്ല ബൗദ്ധ വിശ്വാസത്തിൽ കഴിയുന്ന പല ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുകയും പല ദൈവങ്ങളെ ആരാധിക്കുകയും പല വസ്തുക്കളെയും ആരാധ്യമൂർത്തികളായി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന കക്ഷികൾക്കാണോ? ആർക്കാണ് അമ്ന്, നിർഭയത്വം ഉണ്ടാവുക? ഇൻകുന്തും തഅലമൂൻ. നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങളത് മനസ്സിലാക്കുന്നില്ലേ? നിർഭയത്വം മുവഹ്ഹിദുകൾക്ക് മാത്രമാണ്. ഏകനായ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്ന, അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകൾക്ക് മാത്രമാണ് നിർഭയത്വമുള്ളത്. അവർക്ക് മറ്റൊന്നിനെയും പേടിക്കേണ്ടതില്ല, അവർക്കൊരു ഭയപ്പാടുമില്ല. പടച്ചവനെ മാത്രമാണ് ഭയപ്പെടുക. അല്ലാഹുവിന്റെ തീരുമാനം എന്തോ, റബ്ബിന്റെ വിധി എന്തോ അതാണ് സംഭവിക്കുക എന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അതിനാൽ ജൂത വിഭാഗക്കാർ പറഞ്ഞു, നിങ്ങൾ ജൂതന്മാരാകൂ, എങ്കിൽ നിങ്ങൾക്ക് നന്നാകാം. ക്രിസ്ത്യാനികളുടെ വാദം, നിങ്ങൾ ക്രിസ്ത്യാനികളാകൂ, നിങ്ങൾക്ക് ശരിയായ മാർഗത്തിലേക്ക് വരാം. ഇവിടെ അല്ലാഹുവിന്റെ മറുപടി, വഖാലു കൂനു ഹൂദൻ ഔ നസാറ. അവര് പറയുന്നു, നിങ്ങൾ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ആവുക, തഹ്തദു, നിങ്ങൾക്ക് ഹിദായത്തിലേക്ക്, നേർമാർഗത്തിലേക്ക് വരാം. ഖുൽ, പറഞ്ഞേക്കുക, ബൽ മില്ലത ഇബ്രാഹിം ഹനീഫ. അത് വക്രതയില്ലാത്ത ശുദ്ധമനസ്കനായ ഇബ്രാഹിമിന്റെ മാർഗമുണ്ടല്ലോ, അതാണ് ശരിയായ പാത. വമാ കാന മിനൽ മുശ്രികീൻ. അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനല്ല. ബഹുദൈവ വിശ്വാസിയല്ലാത്ത ഋജുമനസ്കനായ യഥാർത്ഥ ഇബ്രാഹിമിന്റെ പാതയുണ്ടല്ലോ, ആ പാതയാണ് ശരിയായത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രികീൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഞങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞ ജൂതന്മാർ, ഞങ്ങളുടെ ആളാണെന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾ. അല്ലാഹുവിന്റെ മറുപടി, മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയ. ഇബ്രാഹിം ജൂതനായിരുന്നില്ല, അദ്ദേഹം ക്രിസ്ത്യാനിയുമായിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ, ഋജുമനസ്കനായ മുസ്ലിമായിരുന്നു അദ്ദേഹം. വമാ കാന മിനൽ മുശ്രികീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനായിരുന്നില്ല. വീണ്ടും അല്ലാഹു തആല പറയുന്നു, ഖുൽ
പറയുക പ്രവാചകരെ സദഖല്ലാഹ്, അല്ലാഹു സത്യം പറഞ്ഞിരിക്കുന്നു, ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ, രുജുമനസ്കനായ ഇബ്രാഹീമിന്റെ പാത നിങ്ങൾ പിന്തുടരുക. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനായിരുന്നില്ല. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം പറഞ്ഞിരിക്കുക, തീർച്ചയായും എന്റെ റബ്ബ് നേരായ പാതയിലേക്ക് എന്നെ നയിച്ചിരിക്കുന്നു, എനിക്ക് മാർഗം കാണിച്ചിരിക്കുന്നു. അതാണ് ചൊവ്വായ വക്രതയില്ലാത്ത മതത്തിലേക്ക്, ദീനൻ ഖയ്യിമൻ മില്ലത ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മാർഗമായ വക്രതയില്ലാത്ത ചൊവ്വായ മതത്തിലേക്ക്, ഹനീഫ, ആ മാർഗത്തിൽ നിലകൊണ്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനായിരുന്നില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഖുർആൻ വിശേഷിപ്പിച്ചത് ഇബ്രാഹിം നബിയെ കുറിച്ച്, ഇന്ന ഇബ്രാഹിം കാന ഉമ്മ, ഇബ്രാഹിം ഒരു സമുദായമായിരുന്നു. ഒരു സമുദായം ഒന്നിച്ചു നിന്നുകൊണ്ട് ചെയ്യേണ്ട മുഴുവൻ പ്രവർത്തനങ്ങളും ഒറ്റയ്ക്ക് ചെയ്തു തീർത്ത പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ജീവിതത്തിലെമ്പാടും പരീക്ഷണങ്ങൾ നേരിട്ട പ്രവാചകൻ, അല്ലാഹുവിന്റെ ഖലീലാണ്. പക്ഷേ ആ ഉറ്റ മിത്രത്തെ പടച്ചതമ്പുരാൻ നിരവധി പരീക്ഷണങ്ങളിലൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. ആ പരീക്ഷണങ്ങളിൽ ലവലേശം പ്രയാസമില്ലാതെ എല്ലാം ജയിച്ചു കയറിയ പ്രവാചകൻ അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ പ്രബോധന വീതിയിൽ അദ്ദേഹത്തിന് അഗ്നികുണ്ഡം കാണേണ്ടി വന്നു. ആ നാട്ടിലെ മുഴുവൻ ആളുകളും അഗ്നികുണ്ഡം ഒരുക്കി അദ്ദേഹത്തെ തീയിലെറിഞ്ഞ് കത്തിച്ചു കളയാൻ, ഇബ്രാഹിമിന്റെ ചാരം കാണാൻ വേണ്ടി കൊതിച്ച ആളുകൾ, തങ്ങളുടെ ദൈവങ്ങളെ സഹായിക്കാൻ, ആ ദൈവങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഇബ്രാഹിമിനെ തീയിലിടുക എന്നാണ് ആ സമൂഹം തീരുമാനിച്ചത്. ശരി, ആ വിധി നടപ്പിലാക്കുവാൻ വേണ്ടി ആളുകൾ സജ്ജമായി. തീയിലേക്ക് എടുത്തെറിയപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം അവസാനം പറഞ്ഞ വാക്കെന്താണ്? ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ, എനിക്ക് പടച്ചവൻ മതി, ഫലമേൽപ്പിക്കുവാൻ അവനത്ര നല്ലവൻ. തീക്കുണ്ഡത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, തീയിലേക്ക് എടുത്തെറിയപ്പെടുന്ന രംഗത്ത് പോലും പടച്ചവനെ എനിക്ക് നീ മതിയായവനാണ്, നിന്നെയാണ് ഞാൻ ഫലമേൽപ്പിക്കുന്നത്, എല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു, നീ എനിക്ക് മതിയായവൻ എന്ന വാക്കാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവസാനമായി പറഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. ആ വിശ്വാസത്തിന്റെ കട്ടിയെത്രയാണ്! അതാണ് ഈമാൻ, അതാണ് അല്ലാഹുവിൽ ഉറച്ച് വിശ്വസിക്കുക എന്ന് പറയുന്നത്. പടച്ചവനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അഗ്നികുണ്ഡത്തിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോഴും ആ തീക്ഷ്ണമായ പരീക്ഷണത്തിൽ പടച്ചതമ്പുരാൻ സഹായിയായി അവിടെ ഉണ്ടായിരുന്നു. അല്ലാഹു പറഞ്ഞു, തീയെ ഇബ്രാഹിമിന്റെ മേൽ നീ തണുപ്പും രക്ഷയുമാകുക. ഒരു പ്രയാസവുമില്ലാതെ, ഒരു രോമത്തിന് പോലും പൊള്ളലേൽക്കാതെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ അഗ്നികുണ്ഡത്തിൽ എഴുന്നേറ്റ് വരുന്നു. അത്ഭുതം! മുഴുവൻ ആളുകളും എതിരാണ്, ഭരണമെതിരാണ്, നാട്ടുകാരെതിരാണ്, കുടുംബമെതിരാണ്, പിതാവെതിരാണ്, എല്ലാവരും എതിരാണ്. എന്നിട്ട് അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചതമ്പുരാൻ സഹായിക്കും. മക്കളില്ലാതെ ഒരുപാട് കാലം മുന്നോട്ട് പോയി ആ പ്രവാചകൻ, ഒരുപാട് കാലം. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, സദ്വൃദ്ധനായ ഒരു സന്താനത്തെ പടച്ചവനെ നീ എനിക്ക് നൽകണേ എന്ന പ്രാർത്ഥന ആ പ്രവാചകന്റേതായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. എന്തിനാണ് ആ പ്രവാചകൻ അങ്ങനെ പ്രാർത്ഥിച്ചത്? തന്റെ കാലശേഷം ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു ആദർശപുത്രൻ ഉണ്ടാകണം. അതില്ലെങ്കിൽ ഈ ആദർശം ആര് നെഞ്ചിലേറ്റും, ആരിത് കൊണ്ട് നടക്കും? ഏത് പ്രവാചകന്റെയും ആഗ്രഹമാണ് തനിക്ക് ശേഷം ഈ ആദർശത്തിൽ വെള്ളം ചേർക്കാതെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളുണ്ടാകണം. പ്രവാചകന്മാർ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചിരുന്നത്. നോക്കൂ, അങ്ങനെ പ്രവാചകന്മാർക്ക് അല്ലാഹു തആല സന്താനങ്ങളെ കൊടുത്തു. ഇബ്രാഹിം നബിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും കൊടുത്തു. ആ പരമ്പര അങ്ങ് വന്ന് ഇസ്ഹാക്കിന്റെ പരമ്പരയിലൂടെ ഈസാ നബിയിലേക്ക് എത്തിയപ്പോൾ ഈസാ നബിക്ക് പടച്ചതമ്പുരാൻ മക്കളെ കൊടുത്തില്ല, അവിടെ നിർത്തി. ഇസ്മായിൽ നബിയിലൂടെ മുഹമ്മദ് നബിയിലേക്ക് എത്തി അടുത്ത പരമ്പര. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ആൺമക്കളെ കൊടുത്തില്ല. കൊടുത്ത കുട്ടികളെയൊക്കെ ചെറുപ്പത്തിൽ അല്ലാഹു തിരിച്ചു കുറിച്ചു. ഒരു പ്രവാചകന്റെ പിൻഗാമിയായി പ്രവാചകന്റെ മകൻ പിന്നെ വരേണ്ടതില്ല എന്ന് പടച്ചതമ്പുരാൻ തീരുമാനിച്ചു. ആ രണ്ട് താവഴികളും അവിടെ അവസാനിക്കുകയാണ്. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ലോകത്തിന്റെ പ്രവാചകനായി അല്ലാഹു നിശ്ചയിച്ചു. പിന്നെ അവിടെ നിങ്ങോട്ട് മുഴുവൻ ആളുകളും ആ പ്രവാചകനെ വിശ്വസിക്കണമെന്ന് റബ്ബ് തീരുമാനിച്ചു.
അള്ളാഹു അറിയിച്ചു വെക്കാൻ. അതാണ് പ്രബോധനത്തിന്റെ പ്രവാചകന്മാരുടെ പ്രബോധന ചരിത്രം അങ്ങനെയാണ്. ശരി, ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ പരീക്ഷണങ്ങളിൽ പടച്ച തമ്പുരാനോട് ദീർഘമായ പ്രാർത്ഥനയിലാണ്. അല്ലാഹു തആല പ്രാർത്ഥന സ്വീകരിച്ചു. ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ ഒരു കുഞ്ഞിനെ കൊടുത്തു. ഹാജറിൽ ഇസ്മായിൽ എന്ന കുഞ്ഞിനെ ആദ്യമായി അള്ളാഹു കൊടുത്തു. ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്ന സന്തോഷ വാർത്തയുമായി മലക്കുകൾ മനുഷ്യരൂപത്തിൽ ഇബ്രാഹിം നബിയെ സമീപിച്ചപ്പോൾ ആ വാർത്ത പറയുമ്പോൾ അദ്ദേഹം അന്തം വിട്ടുപോയി. എനിക്ക് കുഞ്ഞു, ഈ പ്രായത്തിൽ എന്റെ ഭാര്യ പ്രസവിക്കുകയോ, പ്രസവിക്കാൻ കഴിവില്ലാത്ത വന്ധിയായ എന്റെ ഭാര്യ പ്രസവിക്കുകയോ? പടച്ചവന്റെ തീരുമാനം നടക്കും. അള്ളാഹു ഏതൊരു കാര്യം തീരുമാനിച്ചാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതാണ് മലക്കുകൾ അറിയിച്ചത്. അതിൽ ഇസ്മായിൽ ഉണ്ടായി, പിന്നീട് സായിൽ ഇസ്ഹാഖും ഉണ്ടായി. ആദ്യമുണ്ടായി ഇസ്മായിൽ. അതും ഒരു പരീക്ഷണമായിരുന്നു. ഒരു കുട്ടിയുണ്ടാകുമ്പോൾ ആ കുട്ടിയെ താലോലിക്കുവാനും ലാളിക്കുവാനും ഏതൊരു പിതാവാണ് തയ്യാറാകാതിരിക്കുക? അങ്ങനെ ലാളിക്കേണ്ട, അങ്ങനെ കൊണ്ടു നടക്കേണ്ട ആ സമയത്ത് പടച്ചതമ്പുരാൻ അടുത്ത പരീക്ഷണം ഇബ്രാഹിം, ആ കുഞ്ഞിനെയും അതിന്റെ ഉമ്മയെയും നീ ഒഴിവാക്കണം. ആർക്കാണ് അതിന് കഴിയുക? എവിടെ കൊണ്ടുപോയി? ആളുകളുള്ളിടത്തോ, ജനങ്ങൾക്കിടയിലോ? അല്ല, ആൾപ്പാർപ്പില്ലാത്ത, പച്ചപ്പുകളില്ലാത്ത, വെള്ളമില്ലാത്ത ഒരു മലമ്പ്രദേശത്ത് മക്കയിൽ നീ കൊണ്ടുപോയി ഒഴിവാക്കണം.